തിരുവനന്തപുരത്തെ കിളിമാനൂര് ഒരു ഥാർ ജീപ്പ് പിടിച്ച് ദമ്പതികൾ മരിച്ച സംഭവം. എന്നിട്ട് ആ പ്രതികൾ രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ട പ്രതികളെ കണ്ടെത്താൻ പോലീസ് പിന്നാലെ വല്ലാതെ നെട്ടോട്ടമോടുന്നു. വലിയ വാർത്തയായിട്ട് മാറുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഈ സംഭവത്തിൽ അനാഥരായി തീർന്നിരിക്കുകയാണ് രണ്ട് കുരുന്നുകൾ. കുന്നുമ്മൽ സ്വദേശി രജിത്തിൻ്റെയും അംബികയുടെയും 6ഉം 2ഉം വയസ്സുള്ള കുട്ടികളാണ് മാതാപിതാക്കളുടെ മരണത്തോടെ അനാഥരായത്. അപകടം നടന്ന് 6 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം ഇതുവരെയും പോലീസ് സമർപ്പിച്ചിട്ടില്ല. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിൻ്റെതെന്നാണ് പരാതി. ഇതോടെ 1 രൂപയുടെ നഷ്ടപരിഹാരം പോലും കുടുംബത്തിന് ലഭിച്ചിട്ടുമില്ല. മാമന്റെയും അമ്മൂമ്മയുടെയും തണലിലാണ് ഈ 2 കുഞ്ഞു മക്കളും കഴിയുന്നത്. പോലീസിന്റെ കടുത്ത രാസ്തയുണ്ട്, വീഴ്ചയുണ്ട്. ജനുവരി 4-നായിരുന്നു ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ അപകടം നടന്നത്. കിളിമാനൂർ കുന്നുമേൽ സ്വദേശി രജിത്തും ഭാര്യ അംബികയും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ ഥാർ ജീപ്പ് പിടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർക്ക് മുന്നിൽ നിന്ന് കടന്നുകളയാനായി പ്രതി വിഷ്ണു റോഡിൽ തെറിച്ചു വീണ അംബികയുടെ ശരീരത്തിൽ ജീപ്പ് കയറ്റി ഇറക്കി. 3-ാം ദിനം അംബികയും 15-ാം ദിവസം രജിത്തും മരണത്തിന് കീഴടങ്ങി. സംഭവം നടന്ന 6 മാസം കഴിഞ്ഞിട്ടും പോലീസ് കുറ്റപത്രം നൽകിയില്ല. 6ഉം 2ഉം വയസ്സുള്ള മക്കൾ ഇന്ന് അനാഥരാണ്. മരിക്കുന്നവരെ മക്കളെ ഞാൻ നോക്കും. മക്കളെ ഞാൻ വേറെ ആക്കും വിട്ടു കൊടുക്കൂല സാറേ. സന്തോഷത്തോടുകൂടി വീട്ടിൽ വരാൻ വന്ന മോളാണ് അവള്. അവള് ഇടിച്ചിട്ടവന്മാർ വീണ്ടും ഈ വണ്ടി കയറ്റി ഇറക്കിയാലാണ് എൻ്റെ കൊച്ചി ഈ രംഗത്തിലായിപ്പോയത്. ഇടിച്ച് കൊന്നവന്മാർ സുഖമായി ജീവിക്കുന്നു. ഈ കുഞ്ഞുങ്ങളാണ് കഷ്ടപ്പെടുന്നത്. തള്ളയും തന്തയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. കൂലിപ്പണി ഏതെങ്കിലും കൊണ്ടുവന്നാൽ കൊച്ചുങ്ങളെ അവർ സുഖമായിട്ട് നോക്കരുത്. അവരൊന്നും നല്ല വാരി മുട്ടായി പോലെ അവർ നടക്കുന്നു. അവരെ കുടുംബങ്ങൾക്കും സന്തോഷം. പക്ഷേ നമ്മളെ കുടുംബം നശിച്ച് താരായി വരുന്നുണ്ട്. എൻ്റെ വീട് ഉറങ്ങിപ്പോയി. എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പേര് പോയാണൊക്കെ എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട് ഒഴിഞ്ഞു പോയി സാറേ. ആ കണക്കിലാണ് എൻ്റെ വീട്ടിൽ അവർ നിന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചുങ്ങളൊരു നിറമായിരുന്നു. എൻ്റെ കൊച്ചുങ്ങൾ ഇറങ്ങിയതിന് ശേഷം എൻ്റെ വീട് ഉറങ്ങിപ്പോയി. എൻ്റെ വീട്ടിനകത്ത് നടക്കുന്നത് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അമ്മുമ്മയുടെയും മാമന്റെയും തണലിലാണ് ഇന്ന് 2 പേരും. എങ്ങുനിന്നും ഒരു സഹായവും കുടുംബത്തെ തേടിയെത്തിയില്ല. 2 പേരുടെ ജീവനെടുത്ത പ്രതി സമൂഹത്തിൽ വിലസി നടക്കുമ്പോഴാണ് കുരുന്നുകളുടെ ഈ ദയനീയത. MG പ്രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആ കുഞ്ഞുങ്ങളുടെ അച്ഛനെയും അമ്മയെയും അനാഥരാക്കിയ ആ പ്രതിയെ കൂട്ടാൻ എന്താ പോലീസിന് ബുദ്ധിമുട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം കൺമുന്നിൽ കിടന്നിട്ടും തെളിവുകളേറെ ഉണ്ടായിരുന്നിട്ടും ആ വിഷ്ണു ആ വാഹനം കയറ്റി ഇറക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ ദേഹത്തൂടി. എന്നിട്ടും പോലീസ് അന്ന് കാണിച്ച അനാസ്ഥ നമ്മൾ വലിയ ചർച്ചയാക്കിയതാണ്. സർക്കാർ മാറി, പുതിയ ഭരണം വന്നു, പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നു. പക്ഷേ ഇപ്പോഴും പോലീസ് അതേ അനാസ്ഥ തുടരുകയാണ്.